ഇതാണ് പാച്ചുവും കോരനും. ഇത് ഞങ്ങൾ പെറ്റിനെ വളർത്തുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് മോശപ്പെട്ട അനുഭവങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ പെറ്റ്സിനെ വളർത്തണമെന്ന് ഡിസൈഡ് ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ ഗേറ്റിന് മുന്നിൽ 2 പൂച്ചകളെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയി. അതിനുണ്ടായ കുഞ്ഞുങ്ങളായിരുന്നു ഈ 2 കുട്ടികൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഞങ്ങളിവരെ തിരിച്ചറിയുന്നത് ഇവരുടെ വാലുകൊണ്ടായിരുന്നു. ഒരാളുടെ വാല് അധികം രോമങ്ങളില്ലാത്തതും മറ്റേയാളുടെ വാല് നിറയെ രോമങ്ങളുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള വാലുള്ളതായിരുന്നു. ഫേസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവർക്ക് ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയില്ല, പാച്ചു എന്ന് കോരൻ പേരിട്ടു. ഞങ്ങളെന്നിട്ട് വീടിനകത്തേക്ക് ആദ്യത്തെ കാലങ്ങളിൽ പൂച്ചയെ കയറ്റിലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് കയറി വരാനും ഒക്കെ തുടങ്ങിയത്. നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കും വെളിയിൽ, അത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ഇമോഷണലി നമ്മളോട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് ഈ 2 പൂച്ചകളും ഇവർ ഒരുമിച്ചായിരിക്കുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഉറങ്ങും. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു നമുക്കിവരെ കാണുന്നതുമൊക്കെ. അപ്പം കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതാണ് കോരൻ്റെ ഫേസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പാച്ചുവിനെക്കാട്ടിലും. അപ്പം നമുക്ക് അങ്ങനെയാണ് നമ്മളതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണെന്നോ. അപ്പോൾ ഇവർ രണ്ടുപേരും എല്ലാ ഭക്ഷണവും ഒരുമിച്ചാണ് കഴിക്കുന്നത്, ഒരുമിച്ച് കളികളും എല്ലാം ഒരുമിച്ചാണ്, എവിടെയെങ്കിലും പോകുവാണെങ്കിലും ഒരുമിച്ച്. ഇതാണ് പാച്ചുവിൻ്റെ വാലിന് കോരൻ്റെ വാലിനെക്കാട്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവർ വന്ന് ഇവരുടെ കളികളൊക്കെ കണ്ട് നമ്മൾ തന്നെ കുട്ടികൾ വഴക്കുണ്ടാക്കിയപ്പോൾ നമ്മൾ തന്നെ എടുത്താൽ. അങ്ങനെ ഇരിക്കെ കോരൻ കുഞ്ഞുങ്ങളുണ്ടാകാൻ ഉള്ള സമയമായെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ദിവസം പെട്ടെന്ന് കോരനും ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടായി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആൻഡ് സന്തോഷമായിരുന്നു 3 കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന്. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്നറിയാതെ പെട്ടെന്ന് കോരൻ ചത്തുപോയി. പിന്നെ അതിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനെ കണ്ടം കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഞങ്ങളുടെ ജീവിതത്തിലൊരു സംഭവമായിരുന്നു അത്. ഒരുപാട് ദിവസത്തേക്ക് ഇപ്പോഴും ഞങ്ങൾക്കത് വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ജീവിക്ക് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു സമയമായിരുന്നു ഇത്. അപ്പോൾ അതിന് കഴിഞ്ഞ ശേഷം കുറേ ദിവസത്തേക്ക് പാച്ചുവിനും ഭയങ്കര വിഷമമായിരുന്നു. മാറിയിരിക്കുകയും അധികം ഭക്ഷണം കഴിക്കാതൊക്കെയും ദിവസങ്ങളോളം ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ നമ്മൾ ഈ പാച്ചുവിനെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങി. അതിൻ്റെ ഒരു ലോസ് നമ്മളിലുണ്ടാക്കിയൊരു വലിയൊരു ആഴത്തിലുണ്ടാക്കിയൊരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതിനെ കൂടുതൽ സ്നേഹിച്ച് അപ്പോൾ അത് അകത്ത് പിന്നെ കയറാനും കളിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ പാച്ചുവിനുണ്ടായ 3 കുഞ്ഞുങ്ങളാണ് നമ്മൾ പേരിട്ടത്. നിങ്ങൾ ഓൾറെഡി ചാനൽ കാണുന്ന ആളുകൾക്കാണെങ്കിൽ മിക്കവർക്കും അറിയാമായിരിക്കും. 3 കുഞ്ഞുങ്ങളാണ്. ഒന്നിന് ചാരുവെന്നും, ഒന്നിന് മിന്നുവെന്നും, ഒന്നിന് കുഞ്ഞി എന്നാണ് ഞങ്ങൾ പേരിട്ടത്. അവരെ 3 പേരെയും കണ്ടം കൊണ്ടുപോയിരിക്കാൻ വേണ്ടി നമ്മൾ സേഫായിട്ടുള്ള സ്ഥലത്ത് ടെറസിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വെളിയിലോട്ടൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കണ്ടം വന്ന് കടിക്കുമെന്നൊക്കെ നമുക്ക് നല്ല ഫിയറാണ് മനസ്സിനകത്ത്. എപ്പോഴും പാച്ചു ഇപ്പോഴും നമുക്ക് കോരൻ പോയതുകൊണ്ട് തന്നെ പാച്ചുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഭയങ്കര പേടിയാണ്. പെറ്റ്സിനെ വീട്ടിൽ വളർത്തുന്നവർക്ക് ഞാൻ മനസ്സിലാവും. പെറ്റ്സ് നമ്മൾ വളരെ അല്പായുസികളായിട്ടുള്ള ജീവികളാണെങ്കിലും നമുക്കത് ഇമോഷണലി നമ്മളതിനോട് കണക്റ്റഡ് ആയിരിക്കും. അത് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും പെറ്റ്സിനെ വീട്ടിൽ വളർത്തിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഭയങ്കര ദുഃഖകരമായ കാര്യമാണ്. പക്ഷേങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ നമുക്ക് സമയവും അതിന് കൃത്യമായി ഫുഡ് കൊടുക്കാനും ഒക്കെ നമുക്കെല്ലാം സാധിക്കണം. യാത്രകളൊക്കെ പോകുന്ന സമയത്ത് പെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും മനസ്സിനകത്ത്. ഇതാണ് പാച്ചുവിൻ്റെ 3 കുഞ്ഞുങ്ങൾ. ചാര കളറുള്ളത്. പിന്നീട് ഇതാണ് മിന്നു. കുറച്ച് മഞ്ഞ കളറും ഗ്രേ കളറും ഒക്കെ ഉണ്ട് ദേഹത്ത്. ഇതാണ് കുഞ്ഞി. വെള്ള കളറിലെയാണ് കുഞ്ഞി.